ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വിവോ V15 Pro എന്ന ഫോണിനെ കുറിച്ചാണ്. ഒരു മികച്ച ഫോണായിട്ട് തന്നെയാണ് തോന്നിയത്. ഡിസൈൻ ആയാലും പെർഫോമൻസ് ആയാലും ക്യാമറ സെറ്റപ്പ് ആയാലും ബാറ്ററി ആയാലും ചാർജിങ് ആയാലും എല്ലാ കാര്യങ്ങളും ഒരു മികച്ച ഫോണായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. ഇന്ന് ആ ഫോണിനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്, വിവോ V15 Pro. വെൽക്കം ടു പ്രതാപ് ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. വിവോ V15 Pro ഈ ഫോണിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഡിസൈൻ വൈസ് ഈ ഫോൺ എനിക്ക് ഒറ്റ നോർത്തിൽ തന്നെ ഇഷ്ടമായി. നല്ല സ്റ്റൈലിഷായ ഒരു ഡിസൈനായിട്ടാണ് തോന്നിയത്. 6.45 ഫുൾ HD+ ഡിസ്പ്ലേ, 91% അബോവ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് നല്ല ഒരു AMOLED ഡിസ്പ്ലേ, സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിലുള്ളത്. അപ്പം നല്ല ഡിസ്പ്ലേയും നല്ല സ്ക്രീൻ ടു ബോഡി റേഷ്യോക്കുള്ള ഫോണാണ് വരുന്നത്. നോച്ച് കാര്യങ്ങളൊന്നുമില്ല, പകരം ക്യാമറയൊക്കെ പോപ്പ് സംവിധാനത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പോപ്പ് സെൽഫി ക്യാമറയൊക്കെ വെച്ചുകൊണ്ട് നല്ല ഡിസൈനിലാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. റിയർ സൈഡ് നിങ്ങൾക്ക് കാണാം, നല്ല സ്റ്റൈലിഷായ കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് അടക്കമുള്ള നല്ലൊരു റിയർ സൈഡ്. താഴത്തെ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് മൈക്രോ USB പോർട്ടും സ്പീക്കർ ഗില്ലും ഡുവൽ സിമ്മിൻ്റെ ട്രേയും കാണാം. അപ്പോൾ ഡുവൽ സിമ്മാണ് ഇതിൻ്റെ സപ്പോർട്ട്. SD കാർഡ് സെപ്പറേറ്റ് സപ്പോർട്ട് ചെയ്യും. അതിൻ്റെ സ്ലോട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഇതിനകത്തുണ്ട്. അപ്പോൾ നല്ലൊരു ഡിസൈനാണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്നാപ്ഡ്രാഗൺ 675 എന്ന് പറയുന്ന മികച്ച ഒരു പ്രോസസ്സറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സ്നാപ്ഡ്രാഗൺ 660 വരെയുള്ള പ്രോസസ്സറുകളുടെ കാര്യം എല്ലാവർക്കും അറിയാം. അതിനേക്കാൾ പവർഫുള്ളായ ഒരു പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 675. അപ്പോൾ ആ ഒരു പ്രോസസ്സർ വെച്ചുകൊണ്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പം നല്ല മികച്ച പെർഫോമൻസ് തരാൻ ഈ ഫോണിന് കഴിയും. 2 GHz ക്ലോക്ക് സ്പീഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ റാം വേരിയൻറ്റ് വരുന്നത് 6 GB റാമാണ്. സ്റ്റോറേജ് 128 GB വരുന്നുണ്ട്. അതിൽ 113 GB നമുക്ക് യൂസർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ബാക്കിയുള്ളത് സിസ്റ്റം പെർഫോമൻസിനും മറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷനും വേണ്ടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ 113 GB യൂസർ അവൈലബിൾ ആണ്. SD കാർഡ് സപ്പോർട്ട് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞു. അത് 256 GB വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് 6 GB റാം വേരിയൻ്റ് ആണുള്ളത്. അപ്പോൾ ടോട്ടലി നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുക. മികച്ച ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 48 മെഗാ റിയർ ക്യാമറയാണ്, മെയിൻ ക്യാമറയാണുള്ളത്. 8 മെഗാ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. 5 മെഗാ ഡെപ്ത് സെൻസർ ഉണ്ട്. അപ്പം നല്ലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. 48 മെഗാ എന്ന് പറയുന്നത് മെയിൻ ക്യാമറ. പിക്സൽ ബിന്നിങ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഓൾറെഡി റെഡ്മി നോട്ട് 7ൻ്റെ കാര്യത്തിൽ നമ്മളതൊക്കെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എഫക്റ്റീവ് പിക്സൽസ് എന്ന് പറയുന്നത് 12 മെഗാ ആണ്. പക്ഷേ നമുക്ക് 48 മെഗാ റെസൊല്യൂഷനുള്ള ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോസ് എന്നുള്ള ആ മോഡിൽ തന്നെ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. 48 മെഗാ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ 48 മെഗാ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. നോർമൽ ക്ലിക്കിൽ നമുക്ക് 12 മെഗാ നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറയിൽ നിന്ന് കിട്ടുന്നുണ്ട്. വൈഡ് ആംഗിളും വളരെ എഫിഷ്യൻ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആയിട്ടാണ് ഇതിൻ്റെ റിയർ ക്യാമറ സെറ്റപ്പ് വിലയിരുത്തപ്പെടുന്നത്. ഫ്രണ്ട് ക്യാമറയും ബെസ്റ്റ് ക്യാമറ സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 32 മെഗാ വേൾഡ് ഫസ്റ്റ് 32 മെഗാ സെൽഫി ക്യാമറയാണ് ഈ ഫോണിലുള്ളത്. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെൽഫി ക്യാമറ, ഇത്രയും കൂടിയൊരു സെൽഫി ക്യാമറയൊക്കെ ആയിട്ട് ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അത് ഈ വിവോ V15 Pro ആണ്. അപ്പോൾ ക്യാമറയെക്കുറിച്ച് മൊത്തത്തിൽ നല്ല അഭിപ്രായമാണ് എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. റിയർ ക്യാമറയുടെ നോർമൽ പിക്ചർ ആയാലും അതേപോലെ വൈഡ് ആംഗിൾ ആയാലും അതേപോലെ തന്നെ പോർട്രേറ്റ് മോഡ് പോലുള്ള സംഭവങ്ങളായാലും ഒക്കെ ഉഗ്രൻ സെറ്റപ്പാണെന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പം നല്ല ക്യാമറ സെറ്റപ്പുള്ള ഒരു ക്യാമറ സെൻട്രിക് ഫോൺ തന്നെയാണ് വിവോ V15 Pro. ബാറ്ററിയിലേക്ക് വരുമ്പോൾ 3700 mAh ആണ്. അതിന് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 9 വോട്ട് ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. പക്ഷേ ഈ ഫാസ്റ്റ് ചാർജർ വരുന്നത് സാധാരണ മൈക്രോ USB ചാർജറാണ്, അല്ലാതെ നമ്മുടെ ടൈപ്പ് C പോർട്ടൊന്നും കിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ റിവ്യൂ ചെയ്ത 10990 വരുന്ന സാംസങ്ങിൻ്റെ M20 വരെ ടൈപ്പ് C പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. 9 വോട്ട് ഫാസ്റ്റ് ചാർജ് ആയിരുന്നു അതിൽ കിട്ടിയിരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, പക്ഷേ മൈക്രോ USB. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വില കൂടിയ ഒരു ഫോണിൽ ഇവർ ഈ പറയുന്ന മൈക്രോ USB വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരെയും ഡിസപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണിത്. ഒരു ടൈപ്പ് C പോർട്ട് അവർക്ക് വെക്കാമായിരുന്നു. അപ്പം നല്ല മികച്ച പെർഫോമൻസ് ഗെയിമിന് വേണ്ടി പോലും തരാൻ കഴിയുന്ന ഒരു ഫോണായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് വിവോ V15 Pro. ഈ ഫോണിനെക്കുറിച്ച് ഇനീഷ്യൽ ഇംപ്രഷനായിട്ട് എല്ലായിടത്തും നല്ല പോസിറ്റീവായ അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയാണ് ഇതിൻ്റെ ഫസ്റ്റ് മാർക്കറ്റ് അവൈലബിലിറ്റി. നമുക്ക് ഇപ്പോൾ തന്നെ 20-ാം തീയതി തൊട്ട് തന്നെ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 6-ാം തീയതി തൊട്ടായിരിക്കും ഇതിൻ്റെ സെയിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 28,990 രൂപയാണ്. അപ്പോൾ 29,000 രൂപ റേഞ്ചിലാണ് ഈ ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. ഈ സ്നാപ്ഡ്രാഗൺ 675 AMOLED ഡിസ്പ്ലേയും പോപ്പ് സംവിധാനമൊക്കെ കേട്ടപ്പോൾ നമ്മൾ ആദ്യമേ ഇതിനെക്കുറിച്ച് മുൻപൊരു വീഡിയോ പറഞ്ഞിരുന്നു. അതിൽ തന്നെ പറഞ്ഞിരുന്നു 30,000 രൂപയുടെ അടുത്തായിരിക്കും ഇതിൻ്റെ പ്രൈസ് എന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. 30,000 രൂപ റേഞ്ചിൽ തന്നെയാണ് ആ ഒരു സ്പെസിഫിക്കേഷനും ക്യാമറ സെറ്റപ്പും പോപ്പ് സംവിധാനവും എല്ലാം കൂടി AMOLED ഡിസ്പ്ലേ എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ആ ഒരു റേഞ്ചിൽ വരാവുന്ന ഒരു ഫോണൊക്കെ തന്നെയാണിത്. തിരക്കേടില്ലാത്തൊരു ഫോണാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നല്ലൊരു ഫോൺ, നല്ലൊരു പ്രൈസിങ് സ്വല്പം കൂടുതലാണല്ലേ. അപ്പോൾ നല്ലൊരു പ്രൈസ് ഒന്നും പറയാനില്ലെങ്കിലും അത് ഒരൊക്കെ വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയാം. നല്ലൊരു ക്യാമറ സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ അതൊന്ന് റിയൽ ലൈഫിൽ ടെസ്റ്റ് ചെയ്ത് നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും നല്ലൊരു ക്യാമറ ഫോൺ എന്ന രീതിയിലേക്ക് ഈ ഫോൺ ഉയർന്നു വരിക തന്നെ ചെയ്യും. അപ്പോൾ വിവോ V15 Pro എന്ന ഫോണിൻ്റെ ഒരു ഘടനയും കാര്യങ്ങളും എങ്ങനെയുണ്ട് ആ ഫോൺ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിച്ചുവെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം.